ഇന്നൊരു പൊടി ആയാലോ? ഇഡ്ഡലിപ്പൊടിയെന്നോ ദോശപ്പൊടിയെന്നോ ഒക്കെ പറയാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു നെല്ലിക്കയുടെ അളവില് കായം ചേർത്ത് കൊടുക്കുക. കായം നന്നായി മൂത്തതിന് ശേഷം അതങ്ങ് മാറ്റി വെക്കുക. ഇനി അതേ പാനിലേക്ക് ഒരു കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഒരു 1/4 കപ്പ് കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി, ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് 1/3 തുവര ചേർത്ത് നന്നായി വറുത്തെടുക്കുക. ഇനി അതും മാറ്റി വയ്ക്കാം. ഇനി 1/3 ചുവന്തരിയും ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഇനി അവസാനമായി കുറച്ച് കരിവേപ്പിലയും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒരുമിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ സമയം ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ചൂടാറി കഴിഞ്ഞ് ഇതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തേക്ക് ടെൻഷനൊന്നും വേണ്ട. ദോശയ്ക്കോ ഇഡ്ഡലിക്കോ എന്തിനു പറയുന്നു, ഉപ്പുമാവിന്റെ കൂടെ വരെ നമുക്ക് ഉപയോഗിക്കാം. ഈ പൊടിയിൽ കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്താൽ അടിപൊളിയായിരിക്കുമേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.